ഫോക്സ്, ഇറ്റ്സ് മീ ഡേ ബാക്ക് അഗെയിൻ. സോ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു മൂന്നാർ റൈഡ് പോയിട്ടുണ്ടായിരുന്നു. സോ മൂന്നാർ റൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് ഫ്രം പോണ്ടിച്ചേരി നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, ചിദംബരം, കുംഭകോണം. സോ കുംഭകോണം ലൈക്ക് കുറേ നാളത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് കുംഭകോണം ഒന്ന് പോകണം എന്നുള്ളത്. ലൈക്ക് ഫുൾ ആയിട്ട് ഡീപ്പറായിട്ട് പോയില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ നൈറ്റ് പോയി അവിടെ നിന്ന് കുറച്ച് പിക്ചർ കാര്യങ്ങളൊക്കെ എടുത്തു. സോ ടോട്ടലി ലൈക്ക് ആരുമില്ല, കുറച്ച് റോഡ് സൈഡിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം, ടോട്ടലി എം ടി സ്ട്രീറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുംഭകോണത്ത് നിന്ന് നെക്സ്റ്റ് വിട്ടത് ലൈക്ക് പോയത് ട്രിച്ചി ഡെക്കാത്തലോണിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. എനിക്ക് ആക്ച്വലി ഈ ടെൻറ്റ് എടുക്കണമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ട്രിച്ചി ഡെക്കാത്തലോൺ പ്ലാൻ ചെയ്തത്. ആൻഡ് പോണ വഴിയിൽ ലൈക്ക് മോർണിംഗ് ഒരു 3 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ, പുഷിങ് ദ ലിമിറ്റ്സ് 3 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഫിഗർ ഔട്ട് ചെയ്തു. ആ ബസ് സ്റ്റോപ്പിലാണ് കിടന്ന് കാര്യങ്ങൾ ഉറങ്ങി. ആൻഡ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 9-10 വരെയൊക്കെ ബസ് സ്റ്റോപ്പിലേക്ക് ചില്ല് ചെയ്തിരുന്നു. അതിൽ ലൈക്ക് ഉറങ്ങി 6-7 ഒക്കെ വരെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ലൈക്ക് ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. സോ ആ ടീ ഷോപ്പിൽ നിന്ന് ലൈക്ക് ചായ കാര്യങ്ങളെല്ലാം കുടിച്ച് അവിടെ നേരെ ലൈക്ക് ഞാൻ ട്രിച്ചി ഡെക്കാത്തലോൺ ക്രോസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് തിരിച്ച് ബാക്കിലേക്ക് പോകേണ്ടി വന്നു ഡെക്കാത്തലോണിലേക്ക്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ പർട്ടിക്കുലർ ടെൻറ്റ് അവിടെ ഇല്ല. ആൻഡ് ഈ ടെൻറ്റിലേക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് ആണുള്ളത്. മോസ്റ്റ്ലി ഡെക്കാത്തലോൺ ഇപ്പോൾ സീസൺ ടൈം അല്ല. ആൻഡ് അവിടെ നിന്ന് ഡെക്കാത്തലോൺ ട്രിച്ചിന്ന് സജസ്റ്റ് ചെയ്തത് മധുരൈ ഡെക്കാത്തലോണാണ്. സോ നെക്സ്റ്റ് എന്തായാലും മധുരയ്ക്കാണ് പോണേ. സോ അവിടെ നിന്ന് നേരെ മധുരൈ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടായിരുന്നു. ലൈക്ക് മലകളും കാര്യങ്ങളും കുറേ ഷോപ്സും കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് ലൈക്ക് ഡിണ്ടിക്കൽ മധുര സംവെയർ മിഡ് ഓഫ് നോവെയർ. എനിക്കറിയില്ല, ലൈക്ക് തമിഴ്നാട്ടിലാണുള്ളത്. സോ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് ലൈക്ക് കുറേ നാളായിട്ട് ലൈക്ക് സൈക്ലിങ്ങിലായിരുന്നു. ആൻഡ് ഇപ്പോൾ മോട്ടോ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്, ലൈക്ക് ദ ബുള്ളറ്റ് 350. സോ തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കണ്ടായിരുന്നു. സോ ആ വ്യൂ നിങ്ങളെയും കൂടിയും കാണിക്കണമെന്ന് തോന്നി. ലൈക്ക് മിഡ് ഓഫ് സംവെയർ, അതായത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാനായിട്ട്, റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നിങ്ങൾ കണ്ടു നോക്കാം. അതായത് നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണ് ഇങ്ങനെ. അതായത് ഞാൻ നോ പ്ലാൻസ്, ഒരു പ്ലാനിലാണ്ട് ഇറങ്ങി ഞാനാണ്. സോ ഇറങ്ങി ഞാൻ അതായത് പോകേണ്ട ഒരു റൂട്ടും പ്ലാനിങ് ഇല്ല. ലൈക്ക് ഏതെങ്കിലും ലൈക്ക് എനിക്ക് കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത് വില്ലേജ് ഏരിയ കൂടെയാണ് ട്രാവൽ ചെയ്യാറ്. എക്സ്പ്ലോർ ദ അൺഎക്സ്പ്ലോർ എന്ന് പറഞ്ഞ പോലെ. ഞാനിപ്പോൾ പോണ വഴിക്ക് റാൻഡം ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു അടിപൊളി സ്പോട്ടാണ്, ഒരു അടിപൊളി ടെമ്പിൾ. ലൈക്ക് 2 സൈഡിലും ലേക്ക് കാര്യങ്ങൾ, ഇപ്പുറത്ത് ലൈക്ക് ഫുൾ അഗ്രികൾച്ചർ കാര്യങ്ങൾ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് തമിഴ്നാട്, ദ സൗത്ത് ഇന്ത്യ. ആൻഡ് കുംഭകോണം മധുരൈ ഈ 2 സ്ഥലത്തെ പറ്റി കമ്പയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലത്തും ലൈക്ക് ഒത്തിരി ലൈക്ക് 100+ ലൈക്ക് ടെമ്പിൾസ് ഉണ്ട് ഈ മധുരൈ കുംഭകോണം കണക്ട് ചെയ്യുമ്പോൾ. സോ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെമ്പിൾസ് ഉള്ള ഒരു പ്ലേസ് മധുരൈ കുംഭകോണം സൈഡായിരിക്കും. മധുരൈ ഡെക്കാത്തലോണിൽ നിന്ന് ടെൻറ്റ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. ആൻഡ് മധുരൈ മീനാക്ഷി ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. സോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 6 ഒക്കെ ആയി. ആൻഡ് ഒരു സർക്കിൾ ഇതിട്ടു, ലൈക്ക് മധുരൈ മീനാക്ഷി ടെമ്പിൾ കാര്യങ്ങളെല്ലാം.
അവിടെ നിന്ന് ലൈക്ക് നേരെ പിന്നെ പോയത് കമ്പം തേനി ലൈക്ക് പോണ വഴിക്ക് എനിക്കൊരു ബ്രേക്ക് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് പോണ വഴിക്ക് ഞാൻ പെട്രോൾ ബങ്കിലേക്ക് ക്ലീനിങ് ചെയ്ത ബൈക്കിൻ്റെ ചെയിനും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ലൂപ്പ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ലൈക്ക്